ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ കോലാതിരേശസ്തവം. ശ്ലോകം 5. കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞങ്ങ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം. കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. അംഗങ്ങൾ, അവയവങ്ങൾ ചെയ്യാതൊരു, ചെയ്യാൻ പാടില്ലാത്ത സത്കർമ്മം, നല്ല പ്രവൃത്തി, അവിവേകാൽ, വിവേകം ഇല്ലാത്തതുകൊണ്ട്, വാഴും പരമേശ്വരൻ. കൈകാൽ മുതലായി എൻ്റെ കർമ്മേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിവേകമില്ലാത്തതിനാൽ സത്കർമ്മം ചെയ്യാതെ അതിൽ നിന്നൊഴിഞ്ഞ് മാറി ചെയ്യാൻ പാടില്ലാത്ത ദുഷ്കർമ്മം ചെയ്യാൻ തുനിയാതാക്കണം. കോലത്തുകരയുള്ള ദേവാലയത്തിൽ വാഴുന്ന ഭഗവാനെ. കൈകാൽ മുതലായ കർമ്മേന്ദ്രിയങ്ങൾ അവിവേകം മൂലം ദുഷ്കൃത്യങ്ങൾ ചെയ്യാനൊരുങ്ങിയാൽ അങ്ങ് അവയെ പിന്തിരിപ്പിക്കണം. ഇതിൽ കർമ്മേന്ദ്രിയങ്ങളെയും മുൻപദ്യത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും ആണ് സത്പഥത്തിൽ നയിക്കാൻ പ്രാർത്ഥിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ കാണുന്നതൊക്കെ സത്യസ്വരൂപമാണെന്നും ഭാവന ചെയ്യുന്നതാണ് ഭാവാദ്വൈതം. കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്നതൊക്കെ ഈശ്വരാരാധനയാണെന്ന് ഭാവന ചെയ്യുന്നതാണ് ക്രിയാദ്വൈതം. സർവത്ര ഈശ്വരൻ മാത്രമേയുള്ളൂ എങ്കിൽ ഈ പ്രപഞ്ചമായി മുൻപിൽ കാണുന്നത് ഈശ്വരനെ തന്നെയാണെന്ന് തീർച്ചയാണല്ലോ. അപ്പോൾ നാം കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്നതൊക്കെ ഈശ്വരാരാധനയാണ്. ഇതാണ് സത്കർമ്മം. സത്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള കർമ്മമാണ് സത്കർമ്മം. അസത്യത്തിൽ മോഹിച്ച് സ്വാർത്ഥലാഭത്തിനായി മാത്രം ചെയ്യുന്ന കർമ്മമാണ് അധർമ്മം. അധർമ്മം ചെയ്യാനിടവരാതെ സത്യബോധത്തോടുകൂടി കർമ്മങ്ങളെല്ലാം ഈശ്വരപൂജയെന്ന ഭാവനയോടെ അനുഷ്ഠിക്കാൻ തനിക്ക് കഴിവുണ്ടാകണമേ എന്നാണ് ഭക്തൻ്റെ പ്രാർത്ഥന. ഭാവാദ്വൈതം ക്രിയാദ്വൈതത്തെയും ക്രിയാദ്വൈതം ഭാവാദ്വൈതത്തെയും പരസ്പരം പോഷിപ്പിച്ച് മുന്നോട്ട് നീങ്ങാനിടവരണമെന്നാണ് താത്പര്യം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം.